ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എയ്സാപ്പ്. ഞാൻ ഷൈജു. ഇന്നു മുതൽ നമ്മൾ മാത്സിൻ്റെ ഒരു പുതിയ സീരീസ് ആരംഭിക്കുകയാണ്. PSC പറയുന്നതിനനുസരിച്ച് 22 ടോപ്പിക്കുകളാണ് നമുക്ക് മാത്സിൽ പഠിക്കാനുള്ളത്. അത് ഇഞ്ച് ബൈ ഇഞ്ച് A to Z നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സീരീസിൻ്റെ ലക്ഷ്യം. അതിൽ ആദ്യം വരുന്ന ടോപ്പിക്കാണ് സംഖ്യകളും തുകകളും. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. സംഖ്യകളും തുകകളിലും എന്ന ടോപ്പിക്കിൽ അതിൽ ആദ്യം വരുന്ന ടോപ്പിക്ക് എണ്ണൽ സംഖ്യകൾ എന്നതാണ്. എണ്ണൽ സംഖ്യകൾ നമുക്കറിയാം, എണ്ണാനായി ഉപയോഗിക്കുന്ന നമ്പറുകളെയാണ് എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. എണ്ണാൻ ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ 1, 2, 3 ഇതാണ് നമ്മൾ എണ്ണിപ്പോകുന്ന നമ്പറുകൾ. ഇതിനെയാണ് എണ്ണൽ സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. 1, 2, 3, 4 അങ്ങനെ ലാസ്റ്റ് എണ്ണൽ സംഖ്യയെ സൂചിപ്പിക്കാനാണ് n എന്ന് പറയുന്ന നമ്പർ കൊടുത്തിരിക്കുന്നത്. 1, 2, 3, 4, 5 ഇങ്ങനെ പോകുന്ന നമ്പറുകളെയാണ് എണ്ണൽ സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. അവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ 1 മുതൽ തുടക്കം ഏറ്റവും ആദ്യത്തെ എണ്ണൽ സംഖ്യയായിട്ടുള്ള 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ n × n+1 ഡിവൈഡഡ് ബൈ 2. കൃത്യമായിട്ട് ഓർത്തോണം, തുടക്കം മുതലായിരിക്കണം. 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക ഈസ് ഈക്വൽ ടു n × n+1 ഡിവൈഡഡ് ബൈ 2. കൃത്യമായി ഒന്നുകൂടി പറഞ്ഞാൽ, ഇപ്പം 1 മുതൽ 10 വരെ ആണെങ്കിൽ എന്നിൻ്റെ സ്ഥാനത്ത് 10 വരും. 10 × 10 + 1 11 ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? കൃത്യമായി നോക്കണം എവിടം തൊട്ടാണോ എന്ന്. 1 മുതൽ അല്ലെങ്കിൽ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുകയാണോ എന്ന് നോക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ എണ്ണൽ സംഖ്യ എന്ന് പറയുന്ന ടോപ്പിക്ക് കഴിഞ്ഞിട്ട് സമാന്തര ശ്രേണികളിലേക്ക് വരും. അതുപയോഗിച്ചായിരിക്കണം ചെയ്യുന്നത്. ഇവിടെ 1 മുതലാണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം 1 മുതൽ n വരെയുള്ള സംഖ്യകളുടെ തുക n × n+1 ഡിവൈഡഡ് ബൈ 2 ആണ്. 1 മുതൽ 100 വരെ ആവുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്ന സംഖ്യ 100 ആണ്. 100 × 100 + 1 ഡിവൈഡഡ് ബൈ 2. 100 × 100 + 1 എന്ന് പറയുന്നത് 101 ഡിവൈഡഡ് ബൈ 2. ഇപ്പം എല്ലാ ക്വസ്റ്റ്യൻസിലും മേളിലെ ഒരെണ്ണം ഇരട്ട സംഖ്യയായിരിക്കും. അതും രണ്ടും തമ്മിൽ വെട്ടാം. 100ഉം 2ഉം തമ്മിൽ വെട്ടാൻ നേരത്ത് 50 എന്ന് കിട്ടി. 50 × 101, 101നെ 5 വെച്ച് ഗുണിക്കുന്നു, 505 എന്ന് കിട്ടി. മിച്ചമുള്ള 0 കൂടി ഇടുക, 5050. എടാ ഒന്നുകൂടി നോക്കിക്കോ, 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം തുടക്കം 1 മുതലാണോ എന്ന് നോക്കിയേക്കണം. 1 മുതലാണെങ്കിൽ നേരെ എവിടം വരെയാണ് അതാണ് എന്നിൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കേണ്ടത്. ഇക്വേഷൻ n × n+1 ഡിവൈഡഡ് ബൈ 2. എന്നിൻ്റെ സ്ഥാനത്ത് 100 ആകുമ്പോൾ 100 × 100 + 1 ഡിവൈഡഡ് ബൈ 2. 100 × 101 ഡിവൈഡഡ് ബൈ 2. 100ഉം 2ഉം തമ്മിൽ വെട്ടി 50 എന്ന് കിട്ടി. 101 × 50 ചെയ്യുമ്പോൾ 5050 എന്ന ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. അടുത്ത രണ്ടാമത്തെ ചോദ്യം, 1 + 2 + 3 + 4 + എക്സെട്രാ + 10 ഈസ് ഈക്വൽ ടു 55 ആയാൽ 7 + 14 + 21 + 28 + എക്സെട്രാ അപ് ടു 70 എത്ര? അപ്പം നമ്മൾ കൃത്യമായിട്ട് ഇവിടെ നോക്കിയാൽ ഈ തന്നിരിക്കുന്ന സാധനം കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു സംഖ്യയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഒന്നെങ്കിൽ 7ൻ്റെ, അല്ലെങ്കിൽ 6ൻ്റെ, അല്ലെങ്കിൽ 8ൻ്റെ. അതായത് 1 മുതൽ എത്ര വരെയെങ്കിലുമുള്ള സമ്മ് തന്നിട്ട് ചോദ്യം വന്നാൽ കൃത്യമായിട്ട് അതേതെങ്കിലും ഒരു നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അല്ലാത്ത രീതിയിൽ ചോദിക്കത്തേ ഇല്ല. അപ്പം ഈ തന്നിരിക്കുന്ന സംഖ്യകൾ നമുക്ക് കാണുമ്പോഴേ അറിയാം 7ൻ്റെ ഗുണിതങ്ങളാണ്. ഈ വന്നിരിക്കുന്ന 7 എന്ന് പറയുന്ന സംഖ്യ 7 × 1 എന്ന് എഴുതാം. രണ്ടാമത്തെ നമ്പറായിട്ടുള്ള 14 നമുക്കറിയാം 7 × 2 ആണ്. 21 എന്ന് പറയുന്ന നമ്പർ 7 × 3 ആണ്. 28 7 × 4 ആണ്. ഇങ്ങനെ പോയി ലാസ്റ്റ് വരുന്ന സംഖ്യ 70 ആണ്. 7 × 10 ആണ് 70.
ഇത് ഉറപ്പായിട്ടും ഇവിടെ വരുന്ന സംഖ്യ ഇൻറ്റു ആ കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ പറഞ്ഞത് 1 + 2 + 3 + എക്സെട്ര + 10 = 55 ആയാൽ 7 + 14 + 21 + 28 + എക്സെട്ര + 70 എത്ര എന്നാണ്. ഈ തന്നിരിക്കുന്ന നമ്പറുകൾ 7ന്റെ ഗുണിതങ്ങളാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അവന്മാരെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. 7 × 1, 7 × 2, 7 × 3, 7 × 4 ഇങ്ങനെ പോയി 7 × 10. എല്ലാ പദങ്ങളിലും കോമൺ ആയിട്ട് 7 ഉണ്ട്. 7നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. 7 × ബാക്കി 7 പുറത്തോട്ട് പോന്നു കഴിഞ്ഞാൽ ഇവിടെ മിച്ചമുള്ളത് 1 പ്ലസ് ഇവിടെ മിച്ചമുള്ളത് 2 പ്ലസ് ഇവിടെ മിച്ചമുള്ളത് 3 പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടേമിൽ നിന്ന് 7 പോന്നു കഴിഞ്ഞാൽ ബാക്കി മിച്ചം കിടക്കുന്നത് 10. അപ്പോൾ അതേ നോക്കിയേ, 1 + 2 + 3 + എക്സെട്ര + 10. 1 + 2 + 3 + എക്സെട്ര + 10 = നമുക്ക് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 55. 7 × 55. 7 × 55 ചെയ്യാൻ നേരത്തെ ആൻസർ 7 × 5 35, 35 × 3 38, 385. അപ്പോൾ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതേ പാറ്റേണിൽ ഇട്ടപ്പോൾ നമ്മളതിൻ്റെ വഴികൾ ഉൾപ്പെടെ എഴുതി കാണിച്ചതേ ഉള്ളൂ. ഇനി തൊട്ട് നിങ്ങളിതൊന്ന് ഓർത്തിരിക്കാമെങ്കിൽ, കൃത്യമായിട്ട് ഓർത്തിരിക്കാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്ന തുക 55 തന്നിരിക്കുന്നത് 7ന്റെ മൾട്ടിപ്പിൾസും ആണ്. തുക കാണാൻ നിങ്ങൾ ഈ പറഞ്ഞ 2 സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല. നേരെ 7ന്റെ ഗുണിതങ്ങളാണെങ്കിൽ ഒറ്റടിക്ക് തുകയെ 7 കൊണ്ട് ഗുണിക്കുക. 55 × 7 ചെയ്യുമ്പോൾ ഉത്തരവായി. 7 × 5 35, 3 38, 385. ഇതേ ക്വസ്റ്റ്യൻ ഇപ്പോൾ 1 + 2 + 3 + 4 + എക്സെട്ര + 10 = 55. താഴെ 7ന്റെ ഗുണിതങ്ങൾക്ക് പകരം 8ന്റെ ഗുണിതങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. 55 × 8ന്റെ ഗുണിതങ്ങളാണെങ്കിൽ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, 1 + 2 + 3 + 4 + എക്സെട്ര + 20 = 210 ആയാൽ 8 + 16 + 24 + എക്സെട്ര അപ് ടു 160 എത്ര എന്നാണ് ചോദ്യം. നമ്മൾ പറഞ്ഞ എളുപ്പവഴി അനുസരിച്ച് ഈ തന്നിരിക്കുന്ന തുകയെ വന്നിരിക്കുന്നത് എന്തിൻ്റെ മൾട്ടിപ്പിൾസ് ആണ്? 8ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ആ തന്നിരിക്കുന്ന തുകയെ നേരെ 8 വെച്ച് ഗുണിക്കുക. 210 × 8 0 8 8 16. ആൻസർ 1680. ഇത് കൃത്യമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 8നെ 8 × 1, 16നെ 8 × 2, 8 × 3. ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 8 × 20 ആണ്. 8 കോമൺ ആയിട്ട് പുറത്തോട്ടെടുത്താൽ ഈ മേളിൽ കിടക്കുന്ന സാധനം തന്നെ ആകും. 8 × 210. ക്ലിയർ ആയിട്ട് മനസ്സിലായ? അപ്പം ഇതിപ്പോൾ അടുത്ത ചോദ്യം, 1 + 2 + 3 + എക്സെട്ര + 10 = 55 ആയാൽ 9 + 18 + 27 + എക്സെട്ര + 90 എത്ര എന്ന് ചോദിച്ചാൽ യാതൊരു സ്റ്റെപ്പിൻ്റെ ആവശ്യം നമുക്കില്ല. തന്നിരിക്കുന്ന തുകയായിട്ടുള്ള 55ന് 9ന്റെ മൾട്ടിപ്പിൾ ആണ് വന്നിരിക്കുന്നത്. 55 × 9 ചെയ്യുക. ഗുണിച്ച് കിട്ടുന്നത് എന്താണോ അതാണ് ആൻസർ. 9 45, 4 മിച്ചം 45, 4 49, 495 എന്ന് കിട്ടും. ക്ലിയർ ആയിട്ട് മനസ്സിലായ? എണ്ണൽ സംഖ്യകളുടെ തുക തന്നിട്ട് ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ചോദിച്ചാൽ ഏത് നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആണോ ചോദിച്ചിരിക്കുന്നത് ആ നമ്പർ വെച്ച് നേരെ തുകയെ ഗുണിക്കുക. അപ്പോൾ എണ്ണൽ സംഖ്യകളാണ് പഠിപ്പിച്ചത്. എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n × n+1 / 2. എണ്ണൽ സംഖ്യകൾ ഒരു പർട്ടിക്കുലർ എണ്ണത്തിൻ്റെ തുക തന്നിട്ട് ഏതെങ്കിലും മൾട്ടിപ്പിളിൻ്റെ തുക കാണാൻ പറഞ്ഞാൽ ആ മൾട്ടിപ്പിൾ വെച്ച് നേരെ ഗുണിക്കുക. ഓക്കെ അല്ലേ? ഇനി എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അതായത് സംഖ്യകളുടെ തുക തന്നിട്ട് തിരിച്ച് എണ്ണം കണ്ടുപിടിക്കാൻ കൂടിയാണ്. അത് നമ്മൾ നോർമലി ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റേ -b +or- അതായത് 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഇക്വേഷനാണ്. -b +or- √b² - 4ac / 2a എന്നൊക്കെ പറഞ്ഞ് വലിയ ഇക്വേഷനാണ്. അപ്പോൾ അതിലോട്ട് പോകേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ല. നമുക്കതിന് എളുപ്പവഴിയുണ്ട്. പക്ഷേ ആ എളുപ്പവഴി പഠിക്കണമെങ്കിൽ കൃത്യമായിട്ട്
1 മുതൽ 25 വരെയുള്ള നമ്പറുകളുടെ സ്ക്വയർ. അത് ഈ ഒരു സാധനത്തിൻ്റെ എളുപ്പവഴിക്ക് മാത്രമല്ല, നിങ്ങൾ PSC എഴുതുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിൻ്റെ അകത്ത് പാറ്റേണുകൾ ചോദിക്കാറുണ്ട്, ഈ സ്ക്വയറുകൾ തിരിച്ചും മറിച്ചും സമാന ബന്ധം കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് 1 മുതൽ 25 വരെയുള്ള നമ്പറുകളുടെ സ്ക്വയർ, 1 മുതൽ 10 വരെയുള്ള നമ്പറുകളുടെ ക്യൂബ്, ഇത് രണ്ടും കൃത്യമായിട്ട് ആദ്യം തന്നെ പഠിച്ചു മാറിയേക്കണം. അപ്പോൾ 1 മുതൽ 25 സ്ക്വയർ എന്താണെന്നൊക്കെ നമുക്കറിയാം അല്ലേ. 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 × 1 ആണ്. 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 2 ആണ്. അതാണ് 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16. അങ്ങനെ 25 വരെയുള്ള നമ്പറുകളുടെ സ്ക്വയർ കൃത്യമായിട്ട് പഠിച്ചേക്കണം. ഇനി നമുക്ക് ആ ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ഈ ചോദ്യങ്ങളിലാണ് നമുക്ക് സ്ക്വയറിൻ്റെ ആവശ്യം. നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ, എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 120? അപ്പോൾ 1 മുതൽ എവിടം വരെയുള്ള നമ്പറുകൾ കൂട്ടുമ്പോഴാണ് 120 കിട്ടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഡയറക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വലിയ ഇക്വേഷൻ്റെയൊക്കെ ആവശ്യം. നമ്മൾ ഡയറക്റ്റ് അല്ല ചെയ്യുന്നത്, സിമ്പിളായിട്ട്, അതായത് 1 മുതൽ 25 വരെയുള്ള സ്ക്വയർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 120 എന്നാണ് ചോദ്യം. നമ്മൾ ജസ്റ്റ് ആ തന്നിരിക്കുന്ന തുകയെ ഒന്ന് എടുത്തെഴുതി 120. ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് തുകയുടെ ഇരട്ടി എടുക്കുക. 120ൻ്റെ ഇരട്ടി, ഒരു സംഖ്യയുടെ ഇരട്ടി എടുക്കാൻ 2 വെച്ച് ഗുണിക്കുന്നു. 120 × 2 ചെയ്യുമ്പോൾ 240 എന്ന് കിട്ടി. ഇവിടം വരെ ക്ലിയർ ആണോ? തുക തന്നാൽ എണ്ണം കാണാൻ, എണ്ണൽ സംഖ്യകളുടെ തുക തന്നാൽ എണ്ണം കാണാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇരട്ടി എടുക്കുക. ആ വന്നിരിക്കുന്ന ഇരട്ടി എന്താണോ അതിന് തൊട്ട് മുമ്പ് വരുന്ന പൂർണ്ണവർഗത്തിൻ്റെ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ടാണ് ഉത്തരം. അതായത് തുക തന്നാൽ ജസ്റ്റ് ഇരട്ടി 240 കിട്ടി. ഇനി ചെയ്യേണ്ടത് അതിന് തൊട്ട് മുമ്പ് വരുന്ന പൂർണ്ണവർഗത്തിൻ്റെ വർഗ്ഗമൂലമാണ് സംഖ്യകളുടെ എണ്ണം. അപ്പം നമുക്ക് കൃത്യമായിട്ട് പെർഫെക്റ്റ് സ്ക്വയർ അറിയണം. നോക്കാം. 240 എന്ന് പറയുന്നത് 225 കഴിഞ്ഞിട്ട് 256 മുമ്പാണ് 240 എന്ന് പറയുന്ന നമ്പർ വരുന്നത്. അപ്പം 240 തൊട്ട് മുമ്പ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225 അതിൻ്റെ റൂട്ടാണ് ഉത്തരം. അതായത് 240 തൊട്ട് മുമ്പ് വരുന്ന സ്ക്വയർ റൂട്ട് 225. അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ ആൻസർ 15. അപ്പോൾ ഒന്നുകൂടി പറയാം. എണ്ണൽ സംഖ്യകളുടെ തുക തന്നാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇരട്ടി അല്ലെങ്കിൽ × 240 എന്ന് കിട്ടി. അതിന് തൊട്ട് മുമ്പ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ നമ്മൾ കാണാതെ പഠിക്കണം. 240 മുമ്പ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ 225. അതിൻ്റെ റൂട്ടാണ് ഉത്തരം. 15 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 120. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 210? നമ്മൾ ഓൾറെഡി പറഞ്ഞ് തുക തന്നാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് 210ൻ്റെ ഇരട്ടി, 210 × 2 420. തുക തന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഇരട്ടി എടുക്കുക. ഇനി ചെയ്യേണ്ടത് 420 തൊട്ട് മുമ്പ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട്. 420 തൊട്ട് മുമ്പ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ 441 ആയിപ്പോയി. 420 കഴിഞ്ഞു പോയി. 420 അപ്പം തൊട്ട് മുമ്പ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 400 400ൻ്റെ റൂട്ടാണ് ഉത്തരം. അതായത് ഇരട്ടി എടുത്തപ്പോൾ 420 കിട്ടി. 420 തൊട്ട് മുമ്പ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ 400. റൂട്ട് എടുക്കുമ്പോൾ 20 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 210. അപ്പോൾ ഒന്നുകൂടി പറയാം. എണ്ണൽ സംഖ്യകളുടെ തുക തന്നാൽ എണ്ണം കാണാൻ ഫസ്റ്റ് ഇരട്ടി എടുക്കുക അല്ലെങ്കിൽ × 2 ചെയ്യുക. അതിന് തൊട്ട് മുമ്പ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ടാണ് സംഖ്യകളുടെ എണ്ണം. ഇപ്പം എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒന്നെങ്കിൽ 1 മുതൽ ഇന്ന വരെയുള്ള തുക ചോദിക്കാം. തുക ചോദിച്ചാൽ ഡയറക്റ്റ് ഇക്വേഷനാണ് n × n+1 ഡിവൈഡഡ് ബൈ 2. 1 2 3 4 5 അങ്ങനെ തുക തന്നിട്ട് 7ൻ്റെ ഗുണിതങ്ങളാണെങ്കിൽ ആ തുകയെ 7 വെച്ച് ഗുണിക്കുക. 8ൻ്റെ ഗുണിതങ്ങളാണെങ്കിൽ ആ തുകയെ 8 വെച്ച് ഗുണിക്കുക. തുക തന്നിട്ട് തിരിച്ച് എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇരട്ടി. ആ വന്ന ഇരട്ടിക്ക് തൊട്ട് മുമ്പ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ടാണ്
സംഖ്യകളുടെ എണ്ണം. ഓക്കെ അല്ലേ? ഇനി 2 ടോപ്പിക്കുകൾ കൂടിയാണ്. അടുത്തത് ഇരട്ട സംഖ്യകളാണ്. ഇരട്ട സംഖ്യകൾ നമുക്ക് ഓൾറെഡി അറിയാം. 2, 4, 6, 8, 10 ഇങ്ങനെ പോകുന്ന, അതായത് 2-ൽ തുടങ്ങി 2 വീതം കൂടി പോകുന്ന നമ്പറുകളെയാണ് നമ്മൾ ഇരട്ട സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. 2, 4, 6, 8 ഇങ്ങനെ പോയി ലാസ്റ്റ് ഇരട്ട സംഖ്യയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് 2n എന്നാണ്. ഇവിടെയും തുടക്കം തൊട്ടുള്ള ഇരട്ട സംഖ്യകളാണെങ്കിൽ മാത്രം, അതാണ് ഇക്വേഷൻ പഠിക്കുമ്പോൾ കൃത്യമായിരിക്കണം. ആദ്യത്തെ എണ്ണമാണ് n എന്ന് പറയുന്നത്. ആദ്യത്തെ എണ്ണം ഇരട്ട സംഖ്യകളുടെ തുക n × n+1. ആദ്യത്തെ എണ്ണം ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n × n+1. എണ്ണൽ സംഖ്യകളിൽ n × n+1/2 ഉണ്ട്. ആ /2 ഇല്ല. n × n+1 ആണ് ഇരട്ട സംഖ്യകളുടെ തുക. ഇനി ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ഇതിൽ നിന്നുള്ള. എടാ ഇവിടെ ശ്രദ്ധിക്കണം. 1 മുതൽ 100 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എത്ര? അപ്പൊ എണ്ണൽ സംഖ്യകളാകുമ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം ഇല്ല. 1 മുതൽ 100 വരെ എന്ന് പറഞ്ഞാൽ 100 എണ്ണൽ സംഖ്യകളുണ്ട്. പക്ഷേ 1 മുതൽ 100 വരെയുള്ള ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ 1 തന്നെ ഒരു ഇരട്ട സംഖ്യയാണ്. 1 എന്ന് പറയുന്നത് ഒരു ഒറ്റ സംഖ്യയാണ്. 2 മുതലേ ഇരട്ട സംഖ്യ വരുള്ളൂ. അപ്പോൾ 1 മുതൽ 100 വരെ എന്ന് പറയുമ്പോൾ 2, 4, 6, 8 ഇങ്ങനെ 100 വരെ ആണ്. ആദ്യം നിങ്ങൾ അവിടെ എണ്ണം കാണണം. അപ്പൊ നോക്കിക്കേ, 2 വരെ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഇരട്ട സംഖ്യയേ ഉള്ളൂ. 4 വരെ എന്ന് പറയുമ്പോൾ 2 ഇരട്ട സംഖ്യകളായി. 6 വരെ എന്ന് പറഞ്ഞാൽ 1, 2, 3 ഇരട്ട സംഖ്യകളായി. 8 വരെ എന്ന് പറഞ്ഞാൽ 8ന്റെ പാതി 4 എണ്ണമായി. അപ്പൊ 100 വരെ ആയാൽ, 1 മുതൽ 100 വരെ ആയാൽ 100ന്റെ പകുതി 50 ഇരട്ട സംഖ്യകളായി. എണ്ണം 50 എന്ന് കിട്ടി. തുക കാണാനുള്ള ഇക്വേഷൻ n × n+1 ആണ്. n എണ്ണമാണ് എന്ന് ഓർത്തോണം. n ഇവിടെ 50 എന്ന് കിട്ടി. 50 × n × n+1. 50 + 1 50 × 51. മാറ്റി 51നെ 5 കൊണ്ട് ഗുണിക്കുക, 0 ഇട്ട് കൊടുക്കുക. 51നെ 5 കൊണ്ട് ഗുണിക്കാൻ 5, 5 25. ആൻസർ 2550. കൃത്യമായിട്ട് ഇവിടെ ഓർക്കേണ്ട ഒരു കേസ്, 1 മുതൽ 100 വരെയുള്ള ഇരട്ട സംഖ്യകൾ എന്ന് ചോദിക്കുമ്പോൾ 1 മുതൽ 100 വരെ എന്നാണ്. 1 മുതൽ 100 വരെ 100 ഇരട്ട സംഖ്യകളില്ല. നേരെ പകുതി 50 എണ്ണവേ ഉള്ളൂ. തുക കാണാൻ 50 × 51. നേരെ ഗുണിച്ചുത്തരം 2550. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ചോദ്യം, ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? ചോദ്യം മാറി. ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ തുക എത്ര എന്നാണ്. 1 മുതൽ 30 വരെ എന്നല്ല, 30 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? അവിടെ ആക്ച്വലി 30 എണ്ണം ഇരട്ട സംഖ്യകളുടെ തുക എന്നല്ലേ. അപ്പൊ ഡയറക്റ്റ് എണ്ണമാണ് തന്നിരിക്കുന്നത് 30. ക്വസ്റ്റ്യനിലുള്ള വ്യത്യാസം 30 വരെ എന്നല്ല, 30 ഇരട്ട സംഖ്യകളുടെ തുക എന്നാണ്. എണ്ണം 30. തുക കാണാൻ 30 × 30 + 1. 30 × 31. 31 × 3 ചെയ്യുമ്പോൾ 93. 0. ആൻസർ 930. ഇവിടുത്തെ വ്യത്യാസം ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ തുക എത്ര എന്നാണ്. ഡയറക്റ്റ് എണ്ണമാണ് തന്നിരിക്കുന്നത് 30. അപ്പൊ തുക 30 × 30 + 1. 30 + 1 31 ആണ്. 30 × 31 ചെയ്യുമ്പോൾ 93. 0. 930. അടുത്തത്, നമ്മൾ നേരത്തെ എണ്ണൽ സംഖ്യകളുടെ തുക തന്നിട്ട് എണ്ണം കണ്ടുപിടിക്കാൻ ചെയ്ത് അതേ പാറ്റേണിൽ ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ്? 156 എന്നാണ് ചോദ്യം.
ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മറ്റതിനേക്കാൾ എളുപ്പമാണ്. അവിടെ എണ്ണൽ സംഖ്യകളുടെ തുക തന്നപ്പോൾ ഇരട്ടി എടുത്തിട്ട് തൊട്ടു മുമ്പ് വരുന്ന പൂർണ്ണവർഗത്തിന്റെ വർഗമൂലമായിരുന്നെങ്കിൽ ഇവിടെ ഇരട്ടി വേണ്ട. തന്നിരിക്കുന്ന തുക എന്താണോ 156 എന്നാണ് തുക തന്നിരിക്കുന്നത്. അതിന് തൊട്ടു മുമ്പ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് 144ന്റെ റൂട്ടാണ് ഉത്തരം 12. ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് 156 എന്ന് ചോദിച്ചാൽ ആ തന്നിരിക്കുന്ന തുകയ്ക്ക് തൊട്ട് മുമ്പ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ 144 അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ ഉത്തരം, അതായത് 156 എന്ന് പറയുന്നത് ഇതേടാ 144നും 169നും ഇടക്കാണ്. അപ്പം 156 തൊട്ട് മുമ്പ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144 അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ ഉത്തരം 12 എന്ന് കിട്ടി. അടുത്തത് ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് 90. ചെയ്യേണ്ടത് ഇരട്ട സംഖ്യകളുടെ തുക തന്നാൽ തന്നിരിക്കുന്ന തുക എന്താണോ അതിന് തൊട്ട് മുമ്പ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട്. 90ന്റെ തൊട്ട് മുമ്പ് വരുന്ന റൂട്ട് 81. 9ന്റെ സ്ക്വയർ ആണ് 81. ആൻസർ കിട്ടി. 9 ഇരട്ട സംഖ്യകളുടെ തുകയാണ് 90. ഓക്കെ അല്ലേ? അടുത്തത് എണ്ണൽ സംഖ്യ, ഇരട്ട സംഖ്യ. അടുത്ത വരുന്ന ടോപ്പിക്കാണ് ഒറ്റ സംഖ്യകൾ. അപ്പോൾ എണ്ണൽ സംഖ്യകളിൽ ഇരട്ട സംഖ്യകളല്ലാതെ വരുന്ന ബാക്കി സംഖ്യകളാണ് ഒറ്റ സംഖ്യകൾ. 1, 3, 5, 7, 9 ലാസ്റ്റ് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് 2n-1 എന്നാണ്. ഇവിടെ ഇക്വേഷൻ, അതായത് എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n×n+1 ഡിവൈഡഡ് ബൈ 2 ആണ്. ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ ആ ബൈ 2 ഇല്ല, n×n+1 ആണ്. ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n സ്ക്വയർ. ഇവിടെ ഓർത്തോണം, തുടക്കം മുതലായിരിക്കണം. ആദ്യത്തെ n എണ്ണം ഒറ്റ സംഖ്യകളുടെ തുകയാണ് n സ്ക്വയർ. ആദ്യത്തെ n എണ്ണം ഒറ്റ സംഖ്യകളുടെ തുക n സ്ക്വയർ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 1 മുതൽ 150 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്ര? ഇവിടെ നമ്മൾ ഇരട്ട സംഖ്യകളിൽ പറഞ്ഞ അതേ കേസ് ഉണ്ട്. അതായത് 1 മുതൽ 150 വരെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, അങ്ങനെ ഇരട്ട സംഖ്യകളും ഉണ്ട്, ഒറ്റ സംഖ്യകളും ഉണ്ട്. 1 മുതൽ 150 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണം ആദ്യം കാണണം. നമുക്കറിയാം 1 മുതൽ 150 വരെ 150ന്റെ പകുതി 75 ഇരട്ട സംഖ്യകളുണ്ട്. അതേപോലെ തന്നെ മിച്ചമുള്ള 75 എണ്ണമാണ് ഒറ്റ സംഖ്യകളായിട്ട് വരുന്നത്. അപ്പം എണ്ണം കാണാൻ ആ വന്നിരിക്കുന്ന ലാസ്റ്റ് നമ്പറിൻ്റെ പകുതി 150ന്റെ പകുതി എടുക്കുമ്പോൾ 75 എന്ന് കിട്ടി. 1 മുതൽ 150 വരെ 75 ഒറ്റ സംഖ്യകളുണ്ട്. ഇനി ഇവന്മാരുടെ തുക കാണണം. തുക കാണാൻ നമുക്കറിയാം n സ്ക്വയർ ആണ് ഇക്വേഷൻ. 75ന്റെ സ്ക്വയർ. ഇപ്പം 75ന്റെ സ്ക്വയർ കാണാൻ പ്രോപ്പർ മെത്തേഡ് എന്ന് പറയുന്നത് 75 × 75 ചെയ്യുക എന്നുള്ളതാണ്. ഇനി 5 അറ്റത്ത് വരുന്ന സംഖ്യകളുടെ സ്ക്വയർ എടുക്കാൻ അതിനേക്കാൾ സിമ്പിളായിട്ടുള്ളൊരു പരിപാടി, 5ന്റെ സ്ക്വയർ നമുക്കറിയാം 25. വലത്തെ അറ്റത്ത് 25 ആയിരിക്കും. ഇനി മിച്ചം വന്നിരിക്കുന്ന നമ്പർ ഇവിടെ 7 ആണ്. 7 കഴിഞ്ഞാൽ വരുന്നത് 8 അല്ലട. 7, 1, 2, 3, 4, 5, 6, 7, 8. ആ 7 × 8 ചെയ്യുക. 7, 8, 56. ആൻസർ 5625. അപ്പം ആദ്യം 5ന്റെ പരിപാടി ഒന്നുകൂടി പറഞ്ഞുതരാം. ആദ്യം ഒറ്റ സംഖ്യകളുടെ തുക ഒന്ന് ശ്രദ്ധിക്കും. 1 മുതൽ 150 വരെ ആവുമ്പോൾ 1 മുതൽ 150 വരെ എന്നായത് കൊണ്ട് 150ന്റെ പകുതിയാണ് എണ്ണം 75. തുക കാണാൻ എന്താണോ എണ്ണം അവന്മാരുടെ സ്ക്വയർ എടുക്കുക. 75ന്റെ സ്ക്വയർ 5625. ഇനി ഇതിൽ നമ്മൾ പറഞ്ഞ ഒരു എക്സ്ട്രാ പോയിന്റ്, അതിന് സംഖ്യകളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, സ്ക്വയർ എടുക്കുന്നതാണ്. 5 അറ്റത്ത് വന്നാൽ 85 എന്ന് വന്ന ഒരു സംഖ്യയുടെ സ്ക്വയർ എടുക്കണമെന്ന് വിചാരിക്കുക. നമുക്കറിയാം 5ന്റെ സ്ക്വയർ വലത്തെ അറ്റത്ത് 25. 8 ആണ് കൂടെ വന്നിരിക്കുന്ന നമ്പർ. 8 കഴിഞ്ഞാൽ വരുന്ന നമ്പർ 9. 8 × 9 72 25.
ഇതേ സാധനം അടുത്ത 65ന്റെ സ്ക്വയർ കാണണമെന്ന് വിചാരിക്കുക. ഇതേടെ 65ന്റെ സ്ക്വയർ കാണാൻ വീണ്ടും വലത്തെ അറ്റത്ത് 25 കൊടുത്ത് 5ന്റെ സ്ക്വയർ 6 കഴിഞ്ഞാൽ വരുന്ന സംഖ്യ 7 ആണ്. 6 × 7 6 7 42 25. അതായത് 5 അറ്റത്ത് വന്നാൽ സംഖ്യകളുടെ സ്ക്വയർ എടുക്കാൻ 5ന്റെ സ്ക്വയർ അതേപോലെ 25 എന്ന് എഴുതി. മിച്ചം വരുന്ന നമ്പർ എന്താണോ അതേ ഇൻറ്റു തൊട്ടടുത്ത് വരുന്ന സംഖ്യ. 8 ആണെങ്കിൽ 8 × 9 9 8 72. 65 ആണെങ്കിൽ 6 × 7 42 25. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. അടുത്തത് ആദ്യത്തെ 60 ഒറ്റ സംഖ്യകളുടെ തുക എത്ര? അപ്പൊ നമ്മൾ നോക്കണം, 1 മുതൽ 60 വരെ ആയിരുന്നെങ്കിൽ 60ന്റെ പകുതി 30 എണ്ണവേ ഉള്ളൂ. പക്ഷെ ചോദ്യം ആദ്യത്തെ 60 ഒറ്റ സംഖ്യകളുടെ തുക എത്ര എന്നാണ്. 60ഉം എണ്ണവാണ്. അപ്പൊ അതെ എണ്ണം 60. ഡയറക്റ്റ് 60 ഒറ്റ സംഖ്യകളുടെ തുക എന്നാണ് ചോദ്യം. ഇപ്പൊ എണ്ണം ഡയറക്റ്റ് തന്നിരിക്കുകയാണ്. തുക കാണാൻ എണ്ണം എന്താണോ അതിൻ്റെ സ്ക്വയർ 60ന്റെ സ്ക്വയർ. 60ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 6ന്റെ സ്ക്വയർ 36 2 0 3600. ഓക്കെ അല്ലേ ക്വസ്റ്റ്യൻ? ഇനി അടുത്തത് ആദ്യത്തെ എത്ര ഒറ്റസംഖ്യകളുടെ തുകയാണ്? 484. എണ്ണൽ സംഖ്യകളുടെ തുക തന്നാൽ എണ്ണം കാണാൻ നമ്മൾ എളുപ്പവഴി പഠിച്ചു. ഇരട്ടി എടുക്കുക, അതിന് തൊട്ട് മുമ്പ് വരുന്ന പൂർണ്ണവർഗത്തിന്റെ വർഗ്ഗമൂലം എടുക്കുക. ഇരട്ട സംഖ്യകളുടെ തുക തന്നാൽ എണ്ണം കാണാനും എളുപ്പവഴി പഠിച്ച്. ഇരട്ടി വേണ്ട, വന്നിരിക്കുന്ന തുക എന്താണോ അതിന് തൊട്ട് മുമ്പ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട്. ഒറ്റ സംഖ്യകളിൽ ഒരു എളുപ്പവഴിയുടെ ആവശ്യമില്ല, നോർമലി ചെയ്യുന്നതേ എളുപ്പമാണ്. തുകയാണ് തന്നിരിക്കുന്നത്. തുക കാണാനുള്ള ഇക്വേഷൻ n സ്ക്വയർ. n സ്ക്വയർ 484 ആണെങ്കിൽ എണ്ണം n കാണാൻ റൂട്ട് 484. ആൻസർ 22. ഒറ്റസംഖ്യകളുടെ തുക തന്നാൽ നേരെ റൂട്ട് എടുക്കുക. റൂട്ടുള്ള ഒരു നമ്പരേ തുകയായിട്ട് വരുവുള്ളൂ. നേരെ സ്ക്വയർ റൂട്ട് എടുത്താൽ കിട്ടുന്നത് സംഖ്യകളുടെ എണ്ണമായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് PSCയിലെ ഏറ്റവും ആദ്യം കിടക്കുന്ന ടോപ്പിക്കായിട്ടുള്ള സംഖ്യകളും തുകകളും എന്ന് പറയുന്ന പോർഷനാണ്. ഔത്തിൽ എണ്ണൽ സംഖ്യകളുടെ തുക തന്നാൽ തിരിച്ച് എണ്ണം കണ്ടുപിടിക്കുന്നത്, ഇരട്ട സംഖ്യകളുടെ തുക തന്നാൽ തിരിച്ച് എണ്ണം കണ്ടുപിടിക്കുന്നത്, ഒറ്റ സംഖ്യകളുടെ തുക തന്നാൽ തിരിച്ചെണ്ണം കണ്ടുപിടിക്കുന്നത്. അഥവാ എടുത്ത ടോപ്പിക്കുകളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കൃത്യമായിട്ട് അതിന് റിപ്ലൈ തന്നിരിക്കും. അതേപോലെ നമ്മൾ പഠിപ്പിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ കൂടി തരുന്നുണ്ട്. ഇത് ആദ്യത്തെ സെറ്റ് ഓഫ് 5 ക്വസ്റ്റ്യൻസ് ആണ്. അതായത് എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്നത്, എണ്ണൽ സംഖ്യകളുടെ തുക തന്നിട്ട് മറ്റേ മൾട്ടിപ്പിൾസിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്നത്, തുക തന്നിട്ട് തിരിച്ച് എണ്ണം കണ്ടുപിടിക്കുന്നത്, ഇരട്ട സംഖ്യകളുടെ തുക തന്നിട്ട് തിരിച്ചെണ്ണം കണ്ടുപിടിക്കാൻ, ഒറ്റ സംഖ്യകളുടെ തുക കാണുന്നത്, ഒറ്റ സംഖ്യകളുടെ തുക തന്നിട്ട് തിരിച്ച് എണ്ണം കണ്ടുപിടിക്കുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. ചെയ്തിട്ട് ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യ്. കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയുക. അപ്പോൾ അതുപോലെ തന്നെ ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാര്യം നമ്മൾ ഈ സീരീസിലൂടെ മാത്സിൻ്റെ 22 ടോപ്പിക്കും കവർ ചെയ്ത് എടുത്തു തരിക എന്നുള്ളതാണ് ഉദ്ദേശം. അത് കൃത്യമായിട്ട് ക്ലാസ്സുകൾ മിസ്സാകാതെ കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു.